ഈ ഒരു ചിക്കൻ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇതന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. എന്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ആദ്യത്തെ ഈ ഒരു ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളൊരു സംഭവം മാറ്റി വെച്ചാൽ പിന്നെ ഒക്കെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഉള്ളി ഫ്രൈ ചെയ്യുമ്പോഴുള്ള എണ്ണ നമ്മൾ മാറ്റി കൊടുത്തതിന് ശേഷം വേണം ബാക്കി കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോയിലൂടെ നീളം ആ ഒരു എണ്ണനെ പറ്റി പറയൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തക്കാളി ചേർത്തെടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, ഇതിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഞാൻ താഴെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൊരിച്ച ഉള്ളിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അത് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇന്ന് നമ്മളെ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ ചുക്കാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു തരത്തിലാണ് അധികം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് തോന്നി. എന്തായാലും ഉണ്ടാക്കിയാൽ കഴിക്കുന്ന ആൾക്കാർ മോശം പറയില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയേണ്ടത് നിങ്ങളാണ് കേട്ടോ. അപ്പോൾ പത്തിരിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും സൈഡായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. ട്രൈ ചെയ്ത് നോക്കണേ.